വെൽക്കം ബാക്ക് എവരിവൺ, ദിസ് ഇസ് പ്രണയ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സാംസങ് ഗാലക്സിയുടെ ലേറ്റസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് മൊബൈലായ S21 Ultrയുടെ ഒരു ക്വിക്ക് റിവ്യൂ ആയിട്ടാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ S20 Plusൻ്റെയും S20 Ultrയുടെയും റിവ്യൂ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ദയവായിട്ടുള്ള ഐ കാർഡ് ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി. അപ്പോൾ ഞാൻ ഒട്ടും തന്നെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയ്ക്ക് കടന്നാലോ. ലെറ്റ്സ് ഗോ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡിസൈൻ ആൻഡ് ബിൽഡിലേക്ക് കിടക്കാം. S21 Ultrയ്ക്ക് ഒരു എലഗൻറ്റ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഫോണിൻ്റെ ബാക്ക് നിർമ്മിച്ചിരിക്കുന്നത് കർവ്ഡ് ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സ് കൊണ്ടാണ്. പിന്നെ അത് പെർഫെക്റ്റ്ലി അലുമിനിയം ഫ്രെയിമിൻ്റെ കൂടെ ചേരുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ പ്രൊട്ടക്ഷന് വേണ്ടി ഫ്രണ്ട് ഡിസ്പ്ലേയും ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. S21 Ultrയ്ക്ക് IP68 വാട്ടർ പ്രൂഫിംഗ് സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത്. ഫോൺ കുറച്ച് തിക്ക് ആൻഡ് ബൾക്കിയാണ് കയ്യിലിരിക്കുമ്പോൾ തോന്നുന്നത്. ബട്ട് എനിക്കത് പിടിച്ച് നോക്കുമ്പോൾ കുറച്ച് മാനേജബിളായി തോന്നി, കുഴപ്പമില്ല. ഓൾസോ ബാക്കിലെ മാറ്റ് ഫിനിഷ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം എൻ്റെ ഫേവറേറ്റ് കളറിലൊന്നാണ് മാറ്റ് ബ്ലാക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ ഒരു പ്രീമിയം ഫീലുണ്ട്. ഓൾസോ മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിൻറ്റ്സ് ഒന്നും പറ്റിപ്പിടിക്കില്ല. S21 Ultrയുടെ ഒരു സിഗ്നേച്ചർ എലമെൻ്റ് എന്ന് പറയുന്നത് തന്നെ ഫോണിൻ്റെ മെറ്റൽ ക്യാമറ ബെം ഫ്രെയിമിൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ഡിസൈനാണ്. ഓൾസോ ആ ക്വാഡ് ക്യാമറ സെറ്റപ്പും. അതിലേക്ക് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. S21 Ultrയെ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ഫീച്ചറാണ് അതിൻ്റെ കർവ്ഡ് ഡിസ്പ്ലേ. ഈ ഫോണിന്, അതായത് S21 Ultrയ്ക്ക് 6.8 ഇഞ്ച് ഡൈനാമിക് അമോലെഡ് സ്ക്രീൻ ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സെൽഫി ക്യാമറയ്ക്ക് ഒരു പഞ്ച് ഹോൾ കട്ടൗട്ട് സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫോണിൻ്റെ ഹൈ QHD റെസൊല്യൂഷനാണ്. അതും 120 Hz ഫാസ്റ്റ് റിഫ്രഷ് റേറ്റിൽ. ലാസ്റ്റ് ഇയർ S20 സീരീസിൽ 1080pയിൽ മാത്രമേ 120 Hz റിഫ്രഷ് റേറ്റ് ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വർഷം അത് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയി തോന്നി. പിന്നെ ഈ 120 Hz സ്ക്രോളിംഗ് ടൈമിൽ ആക്ടിവേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ സിറ്റുവേഷൻ അനുസരിച്ച് റിഫ്രഷ് റേറ്റ് ഡൗൺ ടു 10 Hz എനർജി സേവ് ചെയ്യാൻ മാറുന്നതാണ്. പിന്നെ പിക്ചർ ക്വാളിറ്റിയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഇതാണ് ടെസ്റ്റ് ചെയ്തതിൽ വെച്ച് ബെസ്റ്റ് OLED സ്ക്രീൻ. ഇതിൻ്റെ പിക്സൽ ഡെൻസിറ്റി പറയുമ്പോൾ 515 ppi ആണ്. പിക്ചർ നല്ല ഷാർപ്പ് ആൻഡ് ക്ലിയർ ആണ്. അതുപോലെ തന്നെ വിവിഡ് കളേഴ്സും ഡീപ്പ് ബ്ലാക്സും പിന്നെ HDR10+ സപ്പോർട്ടും ലഭിക്കുന്നുണ്ട്. ഫോണിൻ്റെ ബ്രൈറ്റ്നസ് ലെവൽ ഇൻക്രെഡിബിൾ ആണ്. ടെസ്റ്റ് ചെയ്യുമ്പോൾ അപ് ടു 460 nits സ്ലൈഡർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഔട്ട്ഡോർ സൺലൈറ്റിൽ ഫോൺ ഓട്ടോമാറ്റിക്കലി 1020 nits ഓട്ടോ മോഡിൽ ഫോൺ ബ്രൈറ്റ്നസ് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഫോണിനെ അപേക്ഷിച്ച് S21 Ultrയിൽ സ്റ്റൈലസ് ആൻഡ് S Pen സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ബട്ട് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് S Pen കേസ് പർച്ചേസ് ചെയ്യേണ്ടി വരും. ഇനി അടുത്തത് ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയാം. ഗാലക്സി S21 Ultrയ്ക്ക് 5000 mAh ബാറ്ററിയാണ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ S20 Ultra കമ്പയർ ചെയ്യുമ്പോൾ S21 Ultra സ്കോർ ചെയ്തിട്ടുള്ളത് 114 hours ഓഫ് എൻഡ്യൂറൻസ് റേറ്റിംഗ് ആണ്. ഓക്കെ, സോ ഇത്തവണ S21 Ultrയിൽ ചാർജർ അഡാപ്റ്റർ വരുന്നില്ല. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കേണ്ടതാണ്. 25 watt അഡാപ്റ്റർ വെച്ച് ചാർജ് ചെയ്ത് നോക്കുമ്പോൾ 30 minutes ചാർജിങ്ങിൽ 0% to 54% വരെ ചാർജ് ആവുന്നുണ്ട്. ഓൾസോ S21 Ultra 10 watt വയർലെസ് ചാർജിങ്ങും റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ Wi-Fi 6E സപ്പോർട്ട് ആദ്യമായിട്ടാണ് S21 Ultrയിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ലോവർ നെറ്റ്വർക്ക് ലാറ്റൻസി 6 GHz ബാൻഡിൽ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന S21 Ultrയുടെ യൂണിക് ക്യാമറ സെറ്റപ്പ് കാണാം. ഇതിൽ 108 MP മെയിൻ ക്യാമറയും 12 MP അൾട്രാ വൈഡ് വിത്ത് ഓട്ടോ ഫോക്കസും പിന്നെ 2 സൂം ലെൻസും ഉണ്ട്. ആദ്യത്തേത് ഒരു 10 MP 10x പെരിസ്കോപ്പ് സൂമും പിന്നെ 10 MP 3x ടെലിഫോട്ടോയും, രണ്ടിനും ഡുവൽ പിക്സൽ ഓട്ടോ ഫോക്കസും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഉണ്ട്. ഇനി അടുത്തത് സെൽഫി ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ സെൽഫി ക്യാമറ വരുന്നത് 40 MP ക്വാഡ് ബെയർ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ ഓട്ടോ ഫോക്കസോട് കൂടിയാണ് വരുന്നത്. മറ്റു S21 സീരീസിനെ അപേക്ഷിച്ച് ഇതിൽ 10 MP കൂടിയ ഒരു അപ്ഗ്രേഡ് ആണ് കൊടുത്തിട്ടുള്ളത്. ഡേലൈറ്റ് ഇമേജ് ക്വാളിറ്റിയെ കുറിച്ച് പറയുമ്പോൾ 12 MP മെയിൻ ക്യാമറയിൽ നിന്നും ഡേലൈറ്റ് എടുക്കുന്ന ഫോട്ടോസ് എല്ലാം എക്സലൻ്റ് ആണ്. ബട്ട് കുറച്ച് ഓവർ ഷാർപ്പൻഡ് ആയി തോന്നുന്നുണ്ട്. 12 MP അൾട്രാ വൈഡ് ഷോട്ട്സ് ഓക്കേഷാണ്. ബട്ട് നമുക്ക് നല്ല കളേഴ്സും ഡൈനാമിക് റേഞ്ചും ലഭിക്കുന്നുണ്ട്. ബട്ട് ഓവർ പ്രോസസ്ഡ് ആയി ഇതും തോന്നുന്നുണ്ട്. അൾട്രാ വൈഡിൽ ഓട്ടോ ഫോക്കസ് ഉള്ളതുകൊണ്ട് തന്നെ ക്ലോസപ്പ് മാക്രോ ഷോട്ട്സിന് യൂസ് ചെയ്യാൻ കഴിയും. നല്ല അമേസിംഗ് ഡീറ്റെയിൽസും പെർഫെക്റ്റ് കളേഴ്സാണ് ലഭിക്കുന്നത്. 10 MP 3x ടെലിഫോട്ടോയിലെ സൂം ഷോട്ട്സ് എല്ലാം 12 MP അപ്സ്കെയിൽഡ് ആണ്. ലോ നോയ്സും നല്ല ഡൈനാമിക് റേഞ്ചുമാണ്.
ബട്ട് സോഫ്റ്റ്വെയർ പ്രോസസ്സിംഗ് ഓവർ ആയ പോലെ തോന്നുന്നുണ്ട്. 10x സൂം ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസ് 12MP ആയി അപ്സ്കെയിൽ ചെയ്യുന്നുണ്ട്. സോഫ്റ്റ്വെയർ ഷാർപ്പനിങ് കുറച്ച് ഓവറായി ചെയ്യുന്നുണ്ട്. 10x സൂം കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസ് പിന്നെ യൂസ്ഫുൾ അല്ല. വളരെയധികം സോഫ്റ്റ്വെയർ ഷാർപ്പനിങ് ആണ് 30xലും 100xലും വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 10x കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസ് അധികം യൂസ്ഫുൾ അല്ല. ലോ ലൈറ്റ് ഫോട്ടോസ് മെയിൻ ക്യാമറയിൽ പെർഫെക്റ്റ് അല്ലെങ്കിലും നൈറ്റ് മോഡിൽ റിസൾട്ട്സ് എല്ലാം അടിപൊളിയാണ്. ഹൈലൈറ്റ്സും ഷാഡോസും ബാലൻസ്ഡ് ആണ്. പിന്നെ നല്ല ഡീറ്റെയിൽസും ലഭിക്കുന്നുണ്ട്. നൈറ്റിലെടുക്കുന്ന അൾട്രാ വൈഡ് ഫോട്ടോസ് ഡീറ്റെയിൽസ് ഇല്ല, ബട്ട് നൈറ്റ് മോഡ് ആക്ടിവേറ്റ് ചെയ്താൽ നല്ല റിസൾട്ട്സ് തന്നെയാണ് ലഭിക്കുന്നത്. ടെലിഫോട്ടോ ലെൻസിൽ നിന്നും ഫോട്ടോസ് ഡാർക്ക് സിറ്റുവേഷൻ അല്ലെങ്കിൽ എടുക്കാം. പക്ഷേ നൈറ്റ് മോഡ് ആക്ടിവേറ്റ് ചെയ്താൽ ലോ നോയ്സ് ലെവലും നല്ല ഡീസൻറ്റ് കളേഴ്സുമുള്ള ഫോട്ടോസ് എടുക്കാം. ഓൾസോ അമേസിങ് ക്വാളിറ്റിയും ലഭിക്കുന്നുണ്ട്. ഡേ ലൈറ്റിലും നൈറ്റിലും എടുക്കുന്ന പോർട്രേറ്റ് മോഡൊക്കെ നല്ല അടിപൊളിയാണ്. നല്ല ആവറേജ് എഡ്ജ് ഡിറ്റക്ഷൻ കൂടിയുള്ള ഫോട്ടോസ് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ അത്യാവശ്യം നല്ല ബാക്ക്ഗ്രൗണ്ട് ബ്ലറും ലഭിക്കുന്നുണ്ട്. പിന്നെ വീഡിയോ ക്വാളിറ്റിനെ കുറിച്ച് പറയുമ്പോൾ വീഡിയോ റെക്കോർഡിംഗ് നമുക്ക് അപ് ടു 8K 24 frames per second ഷൂട്ട് ചെയ്യാവുന്നതാണ്. 4K 30 FPS എടുക്കുന്ന വീഡിയോസ് എല്ലാം അമേസിംഗ് ആണ്, ഇൻക്ലൂഡിങ് സെൽഫി ക്യാമറയും. ഷാർപ്നെസ് കുറവാണെങ്കിലും ദേ ആർ ദ ബെസ്റ്റ്. അപ്പോൾ ഓൾ ടുഗദർ ഒരു റീക്യാപ്പ് പറയുമ്പോൾ പ്രോസസ്സിംഗ് ആണ് പ്രശ്നം. ഓവർ പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറിൽ കൂടുതലായി കാണപ്പെടുന്നുണ്ട്. അത് സാംസങ് അടുത്ത സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ ശരിയാക്കുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഫോണിൽ കൊടുത്തിരിക്കുന്ന മറ്റൊരു ഫീച്ചറാണ് അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് റീഡർ. കഴിഞ്ഞ ഒരു വർഷത്തിൽ നിന്നും അപ്ഗ്രേഡ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഇപ്രാവശ്യം കൂടുതൽ റെസ്പോൺസീവും ടാർഗറ്റ് ഏരിയ വലുതാക്കിയിട്ടുമുണ്ട്. പിന്നെ ഫോണിന് സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ഹൈബ്രിഡ് സെറ്റപ്പ് ആണ്. ഒരെണ്ണം ഇയർ പീസിൻ്റെ അവിടെയും ഒരെണ്ണം ബോട്ടമിലാണ് കൊടുത്തിട്ടുള്ളത്. ലൗഡ്നെസ് ടെസ്റ്റിൽ നന്നായി സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളതും S21 Ultra തന്നെയാണ്. പിന്നെ ഫോണിന് ഇപ്രാവശ്യം 3.5mm ജാക്കില്ല. ഒന്നല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പുറത്തുനിന്ന് വയർലെസ് ഡിവൈസ് എല്ലാം മേടിക്കേണ്ടി വരും, അഥവാ USB-C ഡോങ്കിൾ വെച്ച് കണക്ട് ചെയ്യേണ്ടി വരും. ഫോണിലെ സ്നാപ്ഡ്രാഗൺ 888 വെർഷൻ USA-ലും ചൈനയിലാണ് വരുന്നത്. പിന്നെ ഇൻ്റർനാഷണൽ ആയിട്ട് വരുന്നത് Exynos 2100 പ്രൊസസ്സറാണ്. 12GB 16GB വേരിയൻറ്റിലാണ് റാം വരുന്നത്. രണ്ട് വെർഷനും 5G കണക്ടിവിറ്റി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Exynos 2100 ലാസ്റ്റ് ടൈമിനേക്കാളും ഹ്യൂജ് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ബട്ട് സ്നാപ്ഡ്രാഗൺ 865 ആയി കമ്പയർ ചെയ്യുമ്പോൾ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും തോന്നുന്നില്ല. GPU പെർഫോമൻസ് സാംസങ് അവകാശപ്പെടുന്നത് കഴിഞ്ഞ വർഷത്തേക്കാളും 40% ബെറ്റർ CPU ആണെന്നാണ്. ഗെയിമിങ്ങിലൊന്നും തെർമൽ ത്രോട്ട്ലിംഗ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഡെയിലി ഡേ ടാസ്കൊക്കെ നമുക്ക് ഈസി ആൻഡ് ബ്ലേസിംഗ് ഫാസ്റ്റായി ചെയ്യാൻ കഴിയുന്നുണ്ട്. സാംസങ് One UI 3.1 ആണ് ഇൻ്റർഫേസ് കൊണ്ടുവന്നിരിക്കുന്നത്, ബേസ്ഡ് ഓൺ Android 11. കുറച്ച് ഫീച്ചേഴ്സ് ആൻഡ് ടീക്സ് അവിടെ എവിടെയും മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഒപ്പീനിയൻസൊക്കെ കമൻസിൽ ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ദിസ് ഇസ് പ്രണയ് സൈനിങ് ഔട്ട്.